Hey, ladies and gentlemen, stop music. എൻ്റെ കയ്യിലിരിക്കുന്നു ദ ബ്രാൻഡ് ന്യൂ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ആങ്കർ ലിബർട്ടി 5 Pro. ലോക റെക്കോർഡ് കിട്ടിയ ഹെഡ്സെറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതെ, നിങ്ങൾ കാണുന്നത് ഒരു ചില്ലറക്കാരനെയല്ല, ഇതൊരു ഐറ്റമാണ് മോനെ നീ പുലിയാണ് കേട്ടാ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മൈക്ക് ക്ലാരിറ്റിയും പാട്ടും ANC ഒക്കെയാണ് നിങ്ങളുടെ ഒരു പരിപാടിയെങ്കിൽ ധൈര്യമായിട്ട് ഇത് പർച്ചേസ് ചെയ്തു. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബൾക്കി ആയിട്ടുള്ളൊരു പെട്ടിയാണ് വരുന്നത് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദിസ് തിങ് ഈസ് പ്രിറ്റി ഓസം. അതാണ് ഇതിൻ്റെ എനിക്ക് പറയാനുള്ള ശരിക്കുമുള്ള റിവ്യൂ. ഒരു രക്ഷയില്ല. 699 ദിർഹം കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. അടിപൊളി സാധനം, കിടിലം സാധനം. ഇതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയത് മൈക്ക് ക്ലാരിറ്റിക്കാണ്, ഫോൺ കോളിന്. മൈക്ക് ക്ലാരിറ്റി നമ്മളിപ്പം പതുക്കെ സംസാരിച്ചാൽ നമ്മളിങ്ങനെ മറ്റേ ഈ കാമുകിമാരുടെ അടുത്തൊക്കെ ഇങ്ങനെ വിസ്പർ ചെയ്ത് സംസാരിക്കട്ടെ, നീ എന്താ നീ അവിടെ ചെയ്യുന്നത്, സുഖമാണോ നിനക്ക്, ഇങ്ങനെ പറയണത് വരെ ക്യാച്ച് ചെയ്യും. നിങ്ങളൊരു ലൗഡ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്. നോയ്സ് സെപ്പറേഷൻ, വോയിസിന് എൻഹാൻസ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിന് വിൻഡ് നോയ്സ് റെഡ്യൂസിങ്. ദിസ് തിങ് ഇസ് സോ ഗുഡ്, കിടിലം. അതാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ റിവ്യൂ. ഇനി ഇതിന് വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ബാക്കി വീഡിയോ കാണുക. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് പെട്ടി ഉണ്ടല്ലോ. പെട്ടിയുടെ വക്കിൽ തണ്ട് ഇവിടെ പെയർ ചെയ്യാനുള്ള ബട്ടൺ, Type-C ചാർജിങ് കുത്താനുള്ള സ്ഥലം, ഇവിടെ ഒരു ഡിസ്പ്ലേ വരണുണ്ട്. ഇവ വഴി ഞേണ്ടിയിട്ട് ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നോക്കുക. താഴോട്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പരിപാടി വരും. ഈ വഴി നിങ്ങൾക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇടണോ എന്നൊക്കെ, ആംബിയൻസ് സൗണ്ട് അത് വേണോ, അത് പക്ഷേ ഇതൊക്കെ ചെവി വെച്ചാലേ അതൊക്കെ നടക്കുള്ളൂ. പഴയ കാലത്ത് സ്ലൈഡ് ഫോൺ പോലെ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഷട്ടർ വയ്ക്കുക, ഇയർബഡ്സ് കാണാം. അപ്പം ഇതാണ് സാധനം. ഇത്തിരി വലുതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് വലുതാണ്. എന്നാൽ പോലും എത്രയും ടെക്ക് അവർ തരുന്നത് കൊണ്ട് ഈ വലുതിനെ ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ഒരു വിങ്സൊക്കെ വരുന്നുണ്ട്, അതിട്ട് പറക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ലുക്കാണ് വരുന്നത്. ഇതിൽ അവർ ആങ്കർ തന്നെ ക്രിയേറ്റ് ചെയ്ത തസ് എന്ന് പറയുന്നൊരു AI ചിപ്പ് അമ്മേൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദ വേൾഡ്സ് ഫസ്റ്റ് കമ്പ്യൂട്ടിംഗ് മെമ്മറി, അതായത് CPUവും മെമ്മറിയും ഒരേ സാധനത്തിൽ വെക്കുന്ന നമ്മുടെ ഈ കാർബൺ ആപ്പിളിലൊക്കെ ഉള്ള പോലെ SoC എന്ന് പറയും, സിലിക്കൺ ചിപ്പ് എന്ന് പറഞ്ഞാൽ അതേ സാധനമാണ് അവർ ഇവിടെ പോയി പിടിച്ചേക്കുന്നത്. ഫ്യൂസിങ് CPU ആൻഡ് മെമ്മറി ടു അൺലീഷ് 150x കമ്പ്യൂട്ടിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതിൽ ഒരുപാട് AI പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു എണ്ണം ഉണ്ട് കേട്ടോ, ആങ്കർ ലിബർട്ടി 5 Pro Max എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മൊത്തം ഡിസ്പ്ലേ ഒക്കെ ഉള്ളൊരു സാധനം, അതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു AI നോട്ട്സാ എന്തോ ഒരു സാധനമുണ്ട്. ഡിസ്പ്ലേ വഴി നിങ്ങൾ ഏതെങ്കിലും മീറ്റിംഗ് ഇരിക്കുകയാണെങ്കിൽ തട്ടി കഴിഞ്ഞാൽ അത് തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് മാത്രമാണ് ഇതിൽ അതും ഇതുമായിട്ടുള്ള ഡിഫറൻസ്. അപ്പം ഈ പറയുന്ന തസ് ഇൻസൈഡിൽ 2-3 കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ് കോറായിട്ടും വരുന്നത്. ഒന്ന്, വിസ്പർ ക്ലിയർ കോളിന് വേണ്ടിയിട്ട് ഈ ചിപ്സെറ്റ് പുലിയാണ്. ഓക്കെ, നോയ്സ് എലിമിനേഷൻ, യുവർ വോയിസ് ക്രിസ്റ്റൽ ക്ലാരിറ്റി കൊടുക്കാനായിട്ട്, ലാഗ് ഫ്രീ വോയിസ് കൺട്രോൾ, പ്ലേ മ്യൂസിക്, സ്റ്റോപ്പ് മ്യൂസിക്, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക്. കണ്ട ഇത്രയ്ക്കും പോഡ്കാ സാധനമാണ്. ANC മോഡ്, ട്രാൻസ്പെറൻസി മോഡ്, അങ്ങനെ പറയണ്ട. ആ ഒരു കേസിൽ നിങ്ങളുടെ സൗണ്ട് വെച്ചിട്ട് പക്കയായിട്ട് അതായത് ഈ സാധനത്തിൻ്റെ അകത്ത് തന്നെയാണ് ഈ ചിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഓൺ ഡിവൈസ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഈ പറയുന്ന 150x കമ്പ്യൂട്ടിംഗ് പരിപാടി അതാണ്. പിന്നെ ഉള്ളത് ഈ ചിപ്പിൻ്റെ വേറെ പ്രത്യേകത, ANC-ക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നല്ല രീതിയിൽ സൗണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ചിപ്പിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് പിന്നെ ANC-യെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി ANC കിട്ടില്ല. ഈ ഒരു ചിപ്പ് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻസി അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ്. അത്യാവശ്യം ചെവിയിലൊരു സാധനം വെച്ചേക്കുന്ന ഈ രീതിയിലുള്ള ട്രാൻസ്പെറൻസി മോഡാണ് വരുന്നത്. അല്ലാതെ അത്ര ഫ്ലോലെസ് ആയിട്ട് നമുക്ക് ആപ്പിൾ എയർപോഡ്സിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു പരിപാടിയല്ല.
പിന്നെ നമുക്ക് എൽഡാക്കിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആപ്പ് കാണിച്ചു തരാം. അപ്പം ഇതാണ് ആപ്പിൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ലിബർട്ടി 5 Pro എന്ന് എഴുതിയിട്ടുണ്ട്, എൽഡാക്ക് എന്ന് എഴുതി കണ്ടിട്ടുണ്ട്. ഇതിൽ ഒരേ സമയത്ത് 3 ഡിവൈസ് കണക്ട് ചെയ്യാം. ഒരേ സമയത്ത് 2 ഡിവൈസ് കണക്ട് ചെയ്താലും എൽഡാക്ക് ഉണ്ട്. 3 ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽഡാക്ക് കണ്ടം വഴി ഓടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പറയണ ഹിയർ ID, ഇതറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷത്തെ പോലത്തെ പരിപാടി തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ പ്രാവശ്യം അവർ പുട്ടൻ സാധനം തന്നിട്ടുണ്ട്. നമുക്ക് ജോണറിന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ റോക്ക് മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ, പോപ്പ് മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ, ക്ലാസിക്കലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഇയർ IDs നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അറിയാലോ, പാട്ട് കേൾക്കുന്നു, അത് നിങ്ങൾ ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് പ്രിഫറൻസ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അത് നിങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കത് ഹിസ്റ്ററിയിൽ വന്ന് കിടക്കും. നിങ്ങൾ ട്യൂൺ ചെയ്ത സാധനത്തിൻ്റെ ഹിസ്റ്ററി ഇവിടെ വന്ന് കിടക്കും. കിടിലം പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ അല്ലാതെ സൗണ്ട് സിഗ്നേച്ചർ, സൗണ്ട് കോറിൻ്റെ സിഗ്നേച്ചറാണ്. എൻ്റെ പൊന്നെണ്ണ എടുത്ത് തൊടല്ലേ കേട്ടോ. അതിൽ വൃത്തികെട്ട സൗണ്ടാണത്. വെറുതെ കുറേ ബേസ് മാത്രം, ഒരു മുഴക്കമല്ലാതെ വേറെ ഒരു കാശിന് അത് കൊള്ളൂല. ബാക്കിയുള്ളത് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇവിടെ കസ്റ്റം ചെയ്യുമ്പം നമുക്ക് ഏകദേശം 1 2 3 4 5 6 7 8 EQ ബാൻഡ്സ് വരുന്നുണ്ട്. ഇത് വെച്ച് സാധനം ചെയ്യാൻ അറിയാവുന്നവർക്ക് അത് ചെയ്യാം. ഓക്കെ, ഈ AI സൗണ്ട് എൻഹാൻസ്മെൻറ്റ് എന്ന സാധനമുണ്ട്. ഇത് ഒന്നുമില്ല, ഈ പറയണ പരിപാടി ഹൈ ക്വാളിറ്റി ക്ലാരിറ്റി കൂട്ടൽ പരിപാടിയാണ്. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ മറ്റേ എണ്ണം പോവും, എൽഡാക്ക് പിന്നെയും കണ്ടം വഴി ഉറങ്ങി ഓടും. ഓക്കെ, ഡോൾബി ഓഡിയോ അറിയാമല്ലോ, ഓൺ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇവിടെയും എൽഡാക്ക് പോവും. ഇവരായിട്ടൊന്നും എൽഡാക്കിന് വലിയ കൂട്ടില്ല, അവരടക്കാണ്. അപ്പോൾ ഈ സാധനം ഇടണ സമയത്തും എൽഡാക്ക് പോവും. ഇത് ഇടുമ്പോൾ എപ്പോഴാണെന്ന് അറിയാമല്ലോ, ഗെയിം കളിക്കുന്ന സമയത്തും അതേപോലെ സിനിമ കാണുന്ന സമയത്തും ഡോൾബി ഓഡിയോ ഇടാൻ ശ്രമിക്കുക. പക്ഷേ ഈ ഹിയർ ID വെച്ചിട്ട് വരുന്ന സൗണ്ട് നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങൾക്ക് ബേസ് വേണോ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ട്രിബിൾ ആണോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. കിടിലം പാട്ട് കേൾക്കാൻ പൊളി, ANC പൊളി. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മളുടെ ഒരു എൻവയൺമെൻറ്റും കാര്യങ്ങളും അനുസരിച്ചിട്ട് ANC-ലോട്ട് പോകണോ മറ്റേലോട്ട് പോകണോ എന്ന് അത് തീരുമാനിക്കും. അതിനോട്ട് കൊടുക്കില്ല കേട്ടോ അതിന്. പിന്നെ നമുക്ക് കൺട്രോൾസിൽ വരുമ്പം 1 ടാപ്പ് ഉണ്ട്, ആരും അത് ചെയ്യാതിരിക്കുന്നതെന്നല്ല. അല്ലെ വെറുതെയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ സാധനം പോസ് ചെയ്യും, കാള് പോവും, അങ്ങനെയൊക്കെ പരിപാടി ചെയ്യും. ഡബിൾ ടാപ്പിൽ നമുക്ക് നെക്സ്റ്റ്, അത് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. റൈറ്റിൽ നമുക്ക് പ്ലേ പോസ് കൊടുക്കാം, എന്നിട്ട് ലോങ് പ്രസ്സിന് വേണമെങ്കിൽ സാധനം കൊടുക്കാം, ട്രിപ്പിൾ ടാപ്പിന് എന്തെങ്കിലും കൊടുക്കാം. വോളിയം അപ്പും ഡൗണും ഉണ്ട്. ഇതിൻ്റെ അകത്തും നിങ്ങൾക്ക് കൺട്രോളുണ്ട്, ഈ ഡിസ്പ്ലേയുടെ അകത്ത്, മറക്കല്ലാരും. അപ്പോൾ എന്ന് പറയണ്ട, ഇതിൻ്റെ അകത്ത് ഡോൾബി ഓഡിയോ ഉണ്ട്. ഈസി ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈസി ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് മറ്റേ മൊത്തം നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് സാധനം. പിന്നെ വേറെ ഡിറ്റക്ഷൻ അറിയാമല്ലോ, ഊരുമ്പോൾ പാട്ട് ചെയ്യണ പരിപാടി, അതുണ്ട്. മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റിയിൽ ഒരേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ഡിവൈസ് വെക്കാം. പക്ഷേ 3 ഡിവൈസ് വെക്കുമ്പോൾ എൽഡാക്ക് പോവും. പിന്നെ നമുക്ക് ഇതേപോലെ മാനേജ് ചെയ്യാം, എത്രയാണ് ഉള്ളതെന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമുക്കിത് മാനേജ് ചെയ്യാം. ഓട്ടോ സ്വിച്ചിങ് വരുന്നുണ്ട്. പ്രോംപ്റ്റ് ടോണ് ഹിയർ ദ പ്രോംപ്റ്റ് ടോൺ, അത് മറ്റേ ടോണുകളുണ്ടല്ലോ, പ്ലുങ് ക്ലുങ് ക്ലങ് എന്നൊക്കെ കേൾക്കണം, ആ സാധനം. മറ്റേ ബാറ്ററി ഡൗൺ ആകുമ്പോൾ കുടുപിടുപിടുപിടും എന്നൊക്കെ പറയണം, ആ സാധനം. സൗണ്ട് മോഡിൽ എൽഡാക്ക്, കോമ്പൈൻ ഓഡിയോ ആൻഡ് കണക്ഷൻ ക്വാളിറ്റി അതൊക്കെ വിടും. എൽഡാക്ക് അങ്ങ് ഇടുക, എന്നിട്ട് പാട്ടങ്ങ് കേൾക്കുക, കഴിഞ്ഞ്. ഈസി ചാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സംസാരിക്കുന്ന സമയത്ത് പിന്നെ കോൺവെർസേഷൻ ഇസ് ഡിറ്റക്ട് ദ ഇയർ ബട്ട് ഓട്ടോമാറ്റിക്കലി ലോവർ ദ പ്ലേ ബാക്ക് വോളിയം ആൻഡ് എൻഹാൻസ് ഹ്യൂമൻ വോയിസ്, അതാണ് സാധനം. പിന്നെ ഫിറ്റ് ചെക്ക്, ചെവിയിലിരിക്കുന്ന സാധനം കറക്റ്റ് ഫിറ്റ് ആണെന്ന് നോക്കുക. ഇതിൻ്റെ അകത്ത് ബഡ്സ് മറ്റേ വരുന്നുണ്ട്, എക്സ്ട്രാ ലാർജ് സ്മോളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ബഡ്സ്. പിന്നെ വിങ്സും വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇതിനെ തിരിച്ചൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. പിന്നെ പവർ ഓഫ് 30 minutes ആണ് വരുന്നത്. ഫൈൻഡ് ഡിവൈസ് മറ്റേ കൊണാന്ന് സൗണ്ട് കേൾക്കണ സാധനം. പിന്നെ ബോക്സ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, വേറെ ലാംഗ്വേജ് അറിയാമെങ്കിൽ അതൊക്കെ ചെയ്തോണം കേട്ടോ. പിന്നെ ഇതിൽ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് AI അസിസ്റ്റൻറ്റ്, അൻക വോയിസ് അസിസ്റ്റൻറ്റ്. ഈ അൻകയെ വിളിച്ചു കഴിഞ്ഞാൽ അൻക നമുക്ക് വെതർ പറഞ്ഞു തരും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളാണത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ AI ലൈവ് ട്രാൻസ്ലേഷൻ പരിപാടി വരുന്നുണ്ട് കേട്ടോ. ഓൺ ടൈം നമുക്ക് ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്നുണ്ട്. ഫേസ് ടു ഫേസ് ട്രാൻസ്ലേഷൻ.
ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പരിപാടി. ഇതൊക്കെ ഞാൻ ആ ചിപ്സെറ്റ് ഇല്ല, തസ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ പരിപാടികളൊക്കെ നടന്നു പോകും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. പിന്നെ ഈ ഒരു സാധനം ക്ലൗഡ് ബേസ്ഡ് ആണ്, ഈ പറയുന്ന ആങ്ക എന്ന് പറയുന്ന ഈ സാധനം. പക്ഷേ ഈ റിയൽ ടൈം ട്രാൻസ്ലേഷനൊക്കെ ഓൺ ടൈം എന്നാണ് അവർ പറയുന്നത്. സോ യാ പ്രിറ്റി നൈസ്. എന്താണെങ്കിലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. 699 dirhams. ഇനി ഇതിൻ്റെ വില കുറയാൻ ചാൻസ് ഉണ്ട്, കുറയാണെങ്കിൽ കൊള്ളാം. പിന്നെ മെയ്ഡ് ഫോർ ഐഫോണും ആണ് കേട്ടോ. ഐഫോൺ ഉള്ളവർക്കും ഈ സാധനം യൂസ് ചെയ്യാം. സൗണ്ട് കോറിൻ്റെ ആപ്പ് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആകെ മറ്റേ LDAC സപ്പോർട്ടൊന്നും കിട്ടില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തിനാണെങ്കിലും ഉളപ്പം സാധനം ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമ കാണാനായിക്കോട്ടെ, പാട്ട് കേൾക്കാനായിക്കോട്ടെ. ഏകദേശം നമുക്കൊരു 7 hours ഓഫ് ബാറ്ററി ലൈഫ് എന്തോ പ്രോമിസ് ചെയ്യുന്നുണ്ട് അവർ. IP55 വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഉണ്ട്. ANC ഓൺ ആണെങ്കിൽ 6.5 hour ഓഫ് ഇതാണ് നിങ്ങൾക്ക് ഒറ്റ സിംഗിൾ ചാർജ് കിട്ടുന്നത്. 28 hours ഇത് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, ഒരു 5 minute ചാർജ് ചെയ്താൽ 4 മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് 10 മൈക്കുണ്ട്, 8 മൈക്ക്, 8 മൈക്കും, പിന്നെ 2 ബോൺ കണ്ടക്ടറും. അതൊക്കെ വെച്ചിട്ടാണ് ഈ വിസ്പറൊക്കെ നമുക്ക് മറ്റേ അപ്പുറത്ത് നല്ല പൊളപ്പനായിട്ട് കേൾക്കാൻ പറ്റുന്നത്. ബോൺ കണ്ടക്ഷൻ സെൻസറും 8 മൈക്കും. എങ്ങനെ 10 മൈക്കാണ് ഇവർ നിങ്ങൾക്ക് ഇതിൽ തരുന്നത്. ഇതിൻ്റെ അകത്ത് വലിയ ഫങ്ഷൻസ് ഒന്നുമില്ല. ആകെ നമുക്ക് ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നൊക്കെ ഉള്ള സാധനം, അതൊരെണ്ണം. പിന്നെ സൗണ്ട് എഫക്ട്സ് നമുക്കിവിടെ ഈക്വലൈസറിനെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഡോൾബി ഓഡിയോ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാം. ഈസി ചാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് അവിടെ ആക്ടിവേറ്റ് ചെയ്യാം. റിമോട്ട് ക്യാമറ കണക്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഈ സാധനം യൂസ് ചെയ്യാം. ഫൈൻഡ് ഡിവൈസ്, ബ്ലൂടൂത്ത് പെയറിംഗ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. കഴിഞ്ഞ വർഷത്തെ പോലത്തെ സെയിം പരിപാടി തന്നെയാണ് ഇവിടെ വരുന്നത്. ബട്ട് ദിസ് തിങ് ഈസ് ആക്ച്വലി വെരി നൈസ്. നിങ്ങളൊരു കോൾ ക്ലാരിറ്റി നോക്കുന്ന ഒരു ഇയർബഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അണ്ണനെ പർച്ചേസ് ചെയ്യാം എന്നാണ് എനിക്കോട് പറയുക. സിമ്പിൾ പരിപാടി, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നിങ്ങളതിൽ കോൾ ക്ലാരിറ്റി, പാട്ട് കേൾക്കാൻ, സിനിമ കാണാൻ, ഗെയിം കളിക്കാൻ, എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാം. കുഴപ്പം സാധനം. ആകെ എനിക്കിത് ഇത്തിരി ബൾക്കി ആയിട്ട് തോന്നി. നമ്മൾ പോക്കറ്റിലൊക്കെ ഇടുമ്പോൾ എന്തോ ഒരു ജമിട്ട് സാധനം പോക്കറ്റിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അത് മാത്രമാണ് എനിക്ക് ഇതിലാകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ പ്രൈസും കുറച്ച് കൂടെ കൂട്ടിയിട്ടാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ ഇപ്പം എല്ലാ ദിവസവും എല്ലാവരും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പോണവരാണല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഒന്ന് ഹൈപ്പാക്കണം. നിങ്ങളിപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ കാണാൻ വരുന്ന സമയത്തൊക്കെ കേൾക്കണ പാട്ടാണ്. ഈ പാട്ട് കേട്ട് നിങ്ങളുടെ ദിവസം തുടങ്ങുക. സ്റ്റാർട്ട് ദ ഇഗ്നീഷൻ, മ്യൂസിക് ബൈ ഇക്കോ ലിക്സ്. ഈ പാട്ടും കേട്ടുകൊണ്ട് ദിവസം തുടങ്ങുക. വേറെ 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 ലെവലിൽ നിൽക്കും നമ്മളെല്ലാവരും. ഒരു രക്ഷയില്ലാത്ത പാട്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണ്. വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക, ഞാൻ പറയാം. ഓക്കെ, എന്താണെങ്കിൽ സാധനം ഒരു രക്ഷയില്ല, പൊളി ഐറ്റം, പക്ക ഗംഭീര പൊളി. അപ്പോൾ ബൈ ബൈ.